സെക്ഷൻ ഫോമിലുള്ള അടുത്ത പ്രോബ്ലം. ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ ജോയിനിങ് ദി പോയിൻറ്റ്സ് 4, 8, 10, 6, 10, -8 ഈസ് ഡിവൈഡഡ് ബൈ YZ പ്ലെയിൻ. രണ്ട് പോയിൻ്റ് തന്നിട്ടുണ്ട്. ആ രണ്ട് പോയിൻ്റ് ഉൾക്കൊള്ളുന്ന ലൈൻ ഉണ്ട്. ആ ലൈൻ ഒരു YZ പ്ലെയിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് കടന്നു പോകുന്നുണ്ട്. YZ പ്ലെയിൻ. അപ്പോൾ ലൈനും YZ പ്ലെയിനും തമ്മിൽ കട്ട് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ടാവും. പ്ലെയിൻ ഈ ലൈനും തമ്മിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് P. അപ്പോൾ ആ റേഷ്യോ P എന്ന പോയിൻ്റ് ഈ തന്ന രണ്ട് പോയിൻറ്റുകളെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതാണ് ചോദ്യം. ഇപ്പോൾ റേഷ്യോ നമ്മൾ 2:1 എടുക്കാം. 2:1 റേഷ്യോ B 2:1. ഈ പോയിൻ്റ് 4, 8, 10 ഒരു പോയിൻ്റ് A എന്നങ്ങനെ എടുക്കാം. ഈ പോയിൻ്റ് B അതിൻ്റെ കോർഡിനേറ്റ് 6, 10, -8. ഇതാണ് കട്ട് ചെയ്യുന്ന പോയിൻ്റ്. ഇതാണ് ഈ P എന്ന പോയിൻ്റ് AB ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ റേഷ്യോ നമ്മൾ 2:1 എന്ന് എടുക്കുക. 2:1 സെക്ഷൻ ഫോമിൽ എടുക്കുക. സെക്ഷൻ ഫോമിൽ എന്ന് പറഞ്ഞാൽ mx2 + nx1 mx2 + nx1 m + n y2 + ny1 m + n mz2 + nz1 m + n. സെക്ഷൻ ഫോമിനൊക്കെ ഒരു മാർഗ്ഗമാണ്. എം ഇവിടെ ഇത് എമ്മോ ഇത് എന്നും ആണ്. ഇപ്പോൾ λx2 λ × x2 എന്ന് പറഞ്ഞാൽ 6, 1 × x1 എന്ന് പറഞ്ഞാൽ 4 λ + 1. ഇനി λ × y2 എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ്. 1 × y1 എന്ന് പറഞ്ഞാൽ 8 ആണ്. z2 എന്ന് പറഞ്ഞാൽ -8, n × z1 10. അപ്പോൾ നമുക്ക് കിട്ടും 6 λ + 4 എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. 6 λ + 4 റേഷ്യോ ഇപ്പോൾ k:1 എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ കെൻ്റെ വരെ കണ്ടുപിടിക്കാം. കോൺസ്റ്റൻറ്റ് λ 6 λ എന്നോ k എന്നോ ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇവിടെ k:1 എന്നാണ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, λ:1 എന്നാണ് ഇവിടെ എടുത്ത് വേണം k:1 എന്ന് എടുക്കുക. കോൺസ്റ്റൻറ്റ് ഏതാണെന്ന് വിഷയമില്ല, λയോ kയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 6 λ + 4 λ + 1 10 λ + 8 λ + 1 -8 λ + 10 / λ + 1. ഇതാണ് പോയിന്റ്. പക്ഷെ നമുക്കറിയാം ഇതിൻ്റെ YZ പ്ലെയിൻ്റെ മുകളിൽ x കോർഡിനേറ്റ് 0 ആയി. YZ പ്ലെയിൻ്റെ മുകളിൽ x കോർഡിനേറ്റ് 0 ആയി. അപ്പോൾ ഈ പോയിന്റ് ഈ കോർഡിനേറ്റ് 0 ആയി. ആ കോർഡിനേറ്റ് 0 ആകുമ്പോൾ നമുക്ക് ലാംഡൻ്റെ വരെ കിട്ടും. അതാണ് നമ്മൾ ചെയ്യുന്നത്. x കോർഡിനേറ്റ് 0 എന്ന് പറഞ്ഞാൽ 6 λ + 4 / λ + 1 = 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 λ + 4 = 0. 6 λ = -4 λ = -4/6 ഉണ്ടാവും. λ = -2/3 ഉണ്ടാവും. -2/3 λ1 λ/1 λ1 = -2/3. അതിൽ λ1 = -2/3. ഈ മൈനസ് സൂചിപ്പിക്കുന്നത് എക്സ്റ്റേണൽ ആണെന്നാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഡിവിഷനാണ്. അത് YZ പ്ലെയിൻ ഡിവൈഡ്സ് AB ഇൻ ദ റേഷ്യോ എക്സ്റ്റേണലി ഇൻ ദ റേഷ്യോ 2:3. ഇനി -2:3 എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. മൈനസ് സൂചിപ്പിക്കുന്നത് എക്സ്റ്റേണൽ ആണെന്നാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. റേഷ്യോ എടുക്കാൻ വേണ്ടി λ:1 എന്നോ k:1 എന്നോ വെച്ച് നമുക്ക് ചെയ്യാം. ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻ. YZ പ്ലെയിനാണ് തന്ന്. YZ പ്ലെയിൻ്റെ കൂടെ x കോർഡിനേറ്റ് ആയിരിക്കും 0 വരും. അപ്പോൾ x കോർഡിനേറ്റ് 0 ഇക്വേറ്റ് ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 λ + 4 = 0 എന്നുണ്ടാവും. 6 λ 4 അങ്ങോട്ടുണ്ടാവും, -4 എന്നുണ്ടാവും. λ
-4/6 ലാംഡ -2/3 ലാംഡ നമുക്ക് കിട്ടും. ലാംഡ എന്ന് പറഞ്ഞാൽ ലാംഡ/1 ലാംഡ/1 എന്ന് പറഞ്ഞാൽ ലാംഡ/1 അപ്പോൾ -2/3 അങ്ങനെയാണ് നമ്മൾ റേഷ്യോ കാണുന്നത്. അത് ഇതേപോലെ തന്നെ ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ YZ പ്ലെയിൻ, ഇവിടെയും YZ പ്ലെയിൻ തന്നെയാണ്, ഡിവൈഡ്സ് -2 4 7 3 -5 8. ഇപ്പോൾ ഇതിൽ നമ്മൾ x1 y1 z1 ഇത് x2 y2 z2 എന്നെടുക്കും. റേഷ്യോ നമ്മൾ k:1 എന്നെടുക്കും. അപ്പോൾ നമ്മൾ ഫോമുല mx2 + nx1/m+1 my2 + ny1/m+1 mz2 + nz1/m+n. അപ്പോൾ k × x2 എന്ന് പറഞ്ഞാൽ k × 3 1 × -2/k+1 k × -5 1 × 4/k+1 k × 8 1 × 7/k+1. നമ്മൾ 3k - 2 എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പാണ് അടുത്ത് വരിക. 3k - 2 അല്ലേ, 3k - 2/k+1 3k - 2/k+1 -5k + 4/k+1 8k + 7/k+1. ഇതിലും YZ പ്ലെയിനാണ്. അപ്പോൾ YZ പ്ലെയിൻ ആകുമ്പോൾ x കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം പോയിൻ്റ് 3k - 2/k+1 -5k + 4/k+1 8k + 7/k+1 കിട്ടി. YZ പ്ലെയിൻ നമ്മൾ ഈ ലൈൻ YZ പ്ലെയിൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ x കോർഡിനേറ്റ് 0 ആയിരിക്കും. ഈ പോയിൻറ്റിൻ്റെ x കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ 3k - 2/k+1 0 ആയിരിക്കും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3k - 2 = 0 എന്നുണ്ടാവും. അങ്ങനെ വിളിക്കുമ്പോൾ 3k - 2 = 0. -2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 3k = 2 എന്നുണ്ടാവും. k = 2/3 എന്നുണ്ടാവും. k/1 = 2/3 എന്നുണ്ടാവും. k/1 എന്ന് പറഞ്ഞാൽ k:1 2/3 എന്ന് പറഞ്ഞാൽ 2:3. ഇപ്പോൾ റേഷ്യോ k:1 ആണ് റേഷ്യോ നമ്മൾ ആയതിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ 2:3 ആണ്. ഒരു ക്വസ്റ്റ്യനോട് ഈ ചാപ്റ്റർ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതാകുമ്പോൾ 2 ഹോംവർക്ക് ഉണ്ട്. 2 പോയിൻ്റ് തന്നിട്ട് ZX പ്ലെയിൻ കട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ZX പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ y കോർഡിനേറ്റ് 0 ആയിരിക്കും, ശ്രദ്ധിക്കാം. പിന്നെ ഇതേപോലെ 2 പോയിൻ്റ് തന്നിട്ട് XY പ്ലെയിൻ കട്ട് ചെയ്യുമ്പം z കോർഡിനേറ്റ് 0 ആയിരിക്കും. അങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാംഡ കിട്ടും. ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ റേഷ്യോ കിട്ടും. ഈ രീതിയിലെ ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കുക. ഈ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്. പോയിൻ്റ് 6 എന്നൊരു പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. എക്സ് കോർഡിനേറ്റ് 4 ആണ്. ലൈസ് ഓൺ ദി ലൈൻ ജോയിനിങ്, ഏത് ലൈൻ്റെ മുകളിൽ അറിയാം, ഈ PQ എന്ന P എന്ന് പറഞ്ഞാൽ 2 - 3 4, Q എന്ന് പറഞ്ഞാൽ 8 0 10. ഈ ലൈൻ്റെ മുകളിലാണ്. ഫൈൻഡ് R. ക്വസ്റ്റ്യൻ ആറിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അതായത് ഒരു പോയിൻ്റ് P നമുക്ക് തന്നിട്ടുണ്ട് 2 - 3 4. മറ്റേ Q എന്ന പോയിൻ്റ് തന്നിട്ടുണ്ട് 8 0 10. ഇതിന് നമുക്ക് x1 y1 z1, ഇതിന് x2 y2 z2 എന്ന് എടുക്കാം. ഇതിന് നമ്മളൊരു 6 എന്നൊരു പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 4 ആണ്. വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും നമുക്കറിയില്ല. അതൊന്നും നമുക്കറിയില്ല. എക്സ് കോർഡിനേറ്റ് 4 ആണ്. നമ്മളിതിൻ്റെ റേഷ്യോ k:1 എടുക്കാം. റേഷ്യോ k:1 വെച്ച് സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് k-ൻ്റെ വരെ കിട്ടും. k-ൻ്റെ വരെ കിട്ടിക്കഴിഞ്ഞാൽ റേഷ്യോ കിട്ടും. ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ ആർ എന്ന ആ പോയിൻറ്റ് അതിൻ്റെ ഫോമുല ഇതാണ് mx2 പ്ലസ് ഫോമുല ഇതാണ് mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n my2 പ്ലസ് ny1 ബൈ m പ്ലസ് n mz2 പ്ലസ് nz1 ബൈ m പ്ലസ് n ഈക്വൽ k ഇൻറ്റു റേഷ്യോ k ഇഷ്ടം എടുത്തുണ്ട് k ഇൻറ്റു x2 എന്ന് പറയുമ്പോൾ 8 1 2 ബൈ k പ്ലസ് 1 k ഇൻറ്റു 0 1 ഇൻറ്റു മൈനസ് 3 ബൈ k പ്ലസ് 1 k ഇൻറ്റു 10 1 ഇൻറ്റു 4 ബൈ k പ്ലസ് 1 നമ്മൾ സാധാരണ ചെയ്ത മാതിരി തന്നെ അങ്ങനെ ഫോമുല ചെയ്ത് mx2 പ്ലസ് nx1 ബൈ m പ്ലസ് 1 എന്നുള്ള ഫോമുല എഴുതിയിട്ട് എമ്മിൻ്റെ പകരം ലാംഡ കേക്ക് പകരം 1 x1 y1 z1 x2 y2 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിങ്ങനെ വരെ കൊടുക്കാം. ശ്രദ്ധിച്ചിങ്ങനെ വരെ കൊടുക്കുമ്പോൾ 8k പ്ലസ് 2 8k പ്ലസ് 2 ബൈ k പ്ലസ് 1 ഇത് 0 ആയി പോയി മൈനസ് 3 ബൈ k പ്ലസ് 1 പിന്നെ 10k പ്ലസ് 4 ബൈ k പ്ലസ് 1 അങ്ങനെ കിട്ടി. ഇതൊക്കെ നമ്മളിപ്പം ചെയ്ത് നമ്മൾ തന്നെ ചെയ്യണം. ഒരു വ്യത്യാസമൊന്നുമില്ല. എക്സ് കോർഡിനേറ്റ് 4 ആണ്. ഈ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് എക്സ് കോർഡിനേറ്റ് ഇപ്പോൾ ഇത് 4 ആണ്. എക്സ് കോർഡിനേറ്റ് 4 വെച്ചാൽ ഈ 8k പ്ലസ് 2 ബൈ k പ്ലസ് 1 എന്നുള്ളത് 4 ആണോ. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കെയും കിട്ടും റേഷ്യോയും കിട്ടും. ആദ്യം നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. കെൻ്റെ വരെ കണ്ടുപിടിക്കാൻ പോവാണ്. എക്സ് കോർഡിനേറ്റ് 4 ആണ്. അതിൻ്റെ അർത്ഥം 8k പ്ലസ് 2 ബൈ k പ്ലസ് 1 ഇസിക്കൽ 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 8k പ്ലസ് 2 ഇസിക്കലും ഇങ്ങനെ വിളിക്കുമ്പോൾ 4 ഇൻറ്റു k പ്ലസ് 1 അപ്പോൾ 8k പ്ലസ് 2 ഇസിക്കലും 4k പ്ലസ് 1 അല്ലേ. അപ്പോൾ 8k മൈനസ് 4k ഇസിക്കൽ 1 2നെ അങ്ങോട്ട് കൊണ്ടുപോകാം മൈനസ് 2 4k അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താ കിട്ടി 4k ഈക്വൽ ടു 8k 4k പോയ 4k 1 2 പോയ മൈനസ് 1 എന്നാണ് വരുന്നത്. 4k പ്ലസ് 4 ആണ്. 4k ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4k പ്ലസ് 4 ആണ് വരിക. അപ്പോൾ 4 മൈനസ് 2 എന്നാണ് വരിക. ഇവിടെ 4 ആണ്. 4 മൈനസ് 2 എന്നാണ് വരിക. അപ്പോൾ 4k ഈക്വൽ 2 k ഈക്വൽ 2 ബൈ 4 k ഈക്വൽ 1 ബൈ 2 എന്ന് എഴുതാം. k എന്ന് പറഞ്ഞാൽ k ബൈ 1 എന്ന് എഴുതാം. അപ്പോൾ k/1 ഈക്വൽ 1:2 റേഷ്യോയും കിട്ടി കെൻ്റെ വരെയും കിട്ടി. കെൻ്റെ വരെ 1/2 ആണ്. ഇവിടെ 8k പ്ലസ് 2 ഈക്വൽ 4 ഇൻറ്റു k പ്ലസ് 1 ബ്രാക്കറ്റ് മാറും 4k പ്ലസ് 4 4k അങ്ങോട്ട് കൊണ്ടുപോകുക മൈനസ് 4k 2നെ അങ്ങോട്ട് കൊണ്ടുപോകുക മൈനസ് 2 8k 4k പോയ 4k 4 2 പോയ 2 അപ്പോൾ k സമയം 2/4 അല്ലെങ്കിൽ k സമയം 1/2 കെൻ്റെ വരെ കിട്ടി റേഷ്യോ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കെൻ്റെ വരെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. നമുക്ക് എക്സ് കോർഡിനേറ്റ് 4 ആണ്. അതിന് കണ്ട വൈ കോർഡിനേറ്റും സെറ്റ് കോർഡിനേറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. വൈ കോർഡിനേറ്റും സെറ്റ് കോർഡിനേറ്റും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് കെൻ്റെ വില മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കെൻ്റെ വില 1/2 ആണ്. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് 3 ബൈ k പ്ലസ് 1 നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൈനസ് 3 ബൈ കെൻ്റെ വില 1/2 ആണ്. അപ്പോൾ 1/2 പ്ലസ് 1 അപ്പോൾ മൈനസ് 3 ബൈ 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2 എന്നുണ്ടാവും. അപ്പോൾ മൈനസ് 3 ഇൻറ്റു 3/2 തിരിഞ്ഞ് 2/3 എന്നാകും. അപ്പോൾ മൈനസ് 2 എന്നാണ് വരിക. എക്സ് കോർഡിനേറ്റ് 4 നമുക്ക് നേരത്തെ അറിയാം. വൈ കോർഡിനേറ്റ് മൈനസ് 2 കിട്ടി. ഇനി സെറ്റ് കോർഡിനേറ്റും കൂടി മാത്രമേ കണ്ടുപിടിക്കേണ്ടിയുള്ളൂ. സെറ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 10k പ്ലസ് 4 ബൈ k പ്ലസ് 1 എന്നാണ്. അപ്പോൾ 10 ഇൻറ്റു കെയുടെ സ്ഥാനത്ത് 1/2 എന്ന് കൊടുക്കുക പ്ലസ് 4 ബൈ 1/2 പ്ലസ് 1 അപ്പോൾ 5 പ്ലസ് 4 ബൈ 3 ബൈ 1 ആരെയും കൂടുമോ 3/2 അപ്പോൾ 9 ഡിവൈഡ് ബൈ 3/2 അല്ലെങ്കിൽ 9 ഇൻറ്റു 2/3 നമുക്ക് 3 ഇൻറ്റു 2 വെട്ടിയ 3 ഇൻറ്റു 6 നമ്മളെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ എക്സ് കോർഡിനേറ്റ് 4 ആണ്. അത് അറിയാൻ പോലെ വൈ കോർഡിനേറ്റ് -2 സെഡ് കോർഡിനേറ്റ് 6 ഇതാണ് നമ്മളെ ക്യാപിറ്റൽ R എന്ന പോയിൻ്റിൻ്റെ കോർഡിനേറ്റ് 4 -2 6 എന്നാണ്. ഇതിൽ സിമ്പിളൊരു പാടാണ്. സെക്ഷൻ ഡിസ്റ്റൻസ് ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ഡിസ്റ്റൻസ് കാണാം.
പോയിന്റുകൾ തമ്മിൽ അകലം കാണുക, അങ്ങനെ ട്രയാങ്കിളിൻ്റെ പിന്നെ ഐസോസലസ് ആണെന്നോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലാണെന്നോ ഒക്കെ നമ്മൾ തെളിയിക്കുക, കൊളീനറാണെന്ന് തെളിയിക്കുക. ആ രീതിയിൽ ഇങ്ങനെ ഒന്നതിന് ശേഷം പിന്നെ സെൻട്രോയിഡാണ് പിന്നെ വരുന്നത്. സെൻട്രോയിഡിൻ്റെ ഫോമുലയും സെൻട്രോയിഡ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ സെൻട്രോയിഡ് തന്നാൽ തേർഡ് വെർട്ടെക്സ് കാണുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്ന് പിന്നെ മിഡ് പോയിൻ്റ് ഏടെങ്കിലും ഉപയോഗിക്കാണ്ടോ മിഡ് പോയിൻ്റ് ഫോമുല പഠിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് സെക്ഷൻ ഫോമുലയാണ് പിന്നെ അവസാനം പഠിച്ചത്. സെക്ഷൻ ഫോമുല ഉപയോഗിച്ചിട്ട് പോയിൻ്റ് കണ്ടുപിടിക്കാനുണ്ടാവും, പോയിൻ്റ് തന്നിട്ട് റേഷ്യോ കണ്ടുപിടിക്കാനുണ്ടാവും. അല്ലെങ്കിൽ ഇതേമാതിരിയൊക്കെ വൈസൽ പ്ലെയിനൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ വന്നിട്ട് പോയിൻ്റ് റേഷ്യോ കണ്ടുപിടിക്കാനും അങ്ങനെ റേഷ്യോ കണ്ടുപിടിച്ചതിന് ശേഷം അപ്പോൾ ഇവിടെ പോയിൻ്റ് കൂടി കണ്ടുപിടിച്ചിരുന്നു. റേഷ്യോ കണ്ടതിന് ശേഷം ആ കട്ട് ചെയ്യുന്ന പോയിൻ്റും കൂടി കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ ഫുള്ള് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ചെയ്ത മാതിരി ഞാനിപ്പോൾ എല്ലാ കണക്കിനും ഫുള്ള് തന്നെ ചെയ്യും. എക്സ് കോർഡിനും വൈ കോർഡിനും സെഡ് കോർഡിനും ഫുള്ള് ചെയ്തിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ശരിക്കും പിന്നെ ചില കേസിൽ അങ്ങനെ ഫുള്ള് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എക്സ് കോർഡിനേറ്റ് 0 എന്ന കേസിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് മാത്രം ഇങ്ങനെ കണ്ടിട്ട് അത് ഇക്വേറ്റ് ചെയ്താലും ഇതിലെനിക്ക് ആവശ്യമില്ല. പക്ഷേ ഞാനിവിടെ ചെയ്യാൻ കാരണം ചിലപ്പോൾ പോയിൻ്റ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ വന്നാൽ പോയിൻ്റ് കൂടി കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഈ എക്സും വൈയും സെഡും നമുക്ക് വേണ്ടി വരും. എന്നിട്ട് ആ കെൻ്റെ ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേ പോയിൻ്റ് കിട്ടും. അതുകൊണ്ടാണ് എല്ലാ ക്വസ്റ്റ്യനും എക്സും വൈയും സെഡും തന്നെ ഇങ്ങനെ ചെയ്ത് വന്നിട്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കെൻ്റെ വരെ കണ്ടുപിടിച്ച് റേഷ്യോ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത്രയുള്ള ചെറിയ ചാപ്റ്ററാണ് 3D. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക.